അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ കിടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ ചാരത്തേക്ക് കിടന്നു വന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽഖമ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന നബിയേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എല്ലാവരും അടുത്ത് നിന്നോ, സ്വഹാബികൾ അടുത്തു പോയി നിന്നോ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന അൽഖമ എന്ന സ്വഹാബിയുടെ ചാരത്ത് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. പടച്ച റബ്ബേ, അൽഖമയ്ക്ക് പറയാ കഴിയുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് മലക്കുകൾ വന്ന് പറഞ്ഞതാ, സഹാബികൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽഖമ നമസ്കരിക്കുമോ? സഹാബാ, അൽഖമ 5 നേരം നമസ്കരിക്കുന്ന സ്വഹാബിയാണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു വഖ്ത് പോലും മുടക്കാത്ത സഹാബിയാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? സഹാബത്തേ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? സഹാബാ, ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറുന്നത്? സഹാബികൾ പറയുന്ന, മുത്തുനബിയേ, ഉമ്മയോട് വലിയ സ്നേഹമാ, ഉമ്മാനെ വല്ലാത്ത കാര്യമാ, ഉമ്മയുടെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുന്ന മകനാ. പക്ഷേ ഉമ്മ ഒരേ ഒരു പരാതി പറയാറുണ്ട് നബിയേ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവുണ്ടല്ലോ, തന്റെ മകനെ കുറിച്ച് ഒരേ ഒരു പരാതി മാത്രമേ പറയാറുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാ പറയുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊണ്ടുവരികയാണ്. മുത്തുനബിയുടെ ചാരത്ത് വരുമ്പോ അവിടെ നിന്ന് പ്രവാചകൻ ചോദിക്കുന്നു, ഉമ്മാ, അൽഖമയും ഉമ്മയും തമ്മിൽ എങ്ങനെയാണ്? അൽഖമയും നിങ്ങളും തമ്മിൽ, മകനും ഉമ്മയും തമ്മിൽ എങ്ങനെയാണ്? ഉമ്മ പറയാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, എന്നെ വല്ലാത്ത സ്നേഹമാ, എന്നോട് വല്ലാത്ത കാര്യമാ. പക്ഷേ അൽഖമ എന്നോട് ഒരേ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് തെറ്റാ? നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആ സ്വഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങാത്തതിന്റെ കാരണം എന്തെന്നറിയോ? നബിയെ, ഞാൻ ഇവനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, ഒരുപാട് പട്ടിണി കിടന്ന് വളർത്തിയതാണ്, ഇവന് വേണ്ടി ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചവനാണ്. എനിക്കെന്റെ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോ, ജീവിതത്തിലേക്കൊരു പെണ്ണ് കടന്നു വന്നപ്പോ, എന്നെക്കാളും സ്നേഹം ഇവന്റെ ഭാര്യയോടാണ് നബിയേ. അവൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ, ഞാനവന്റെ ഉമ്മയല്ലേ നബിയേ. പക്ഷേ എന്റെ അൽഖമയുണ്ടല്ലോ, ഏത് കാര്യവും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ. എനിക്കത് സഹിക്കാൻ കഴിയില്ല നബിയേ, എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു നബിയേ. ഏത് രഹസ്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, പിന്നെയാണ് ഉമ്മയോട് പറയുന്നത്. ഇതാണ് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഉമ്മ അൽഖമ സക്കറാത്തിന്റെ അവസ്ഥയിലാ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാതെ വന്നപ്പോ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സഹാബത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, വിളിച്ചു കൊണ്ടുവാ. മാതാവിനോട് ചോദിച്ചു, എങ്ങനാ മോനും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, വലിയ സ്നേഹമൊക്കെ ആയിരുന്നു നബിയെ, പക്ഷേ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ അവന്റെ സ്വഭാവം മാറി. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി. അവൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു. എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ്. അവൻ എന്ത് രഹസ്യമുണ്ടെങ്കിലും ഉമ്മയോട് പറയില്ല എന്നല്ല പറഞ്ഞ്, ആദ്യം ഭാര്യയോട് പറയും, പിന്നെയാണ് എന്നോട് പറയുന്നത്. എൻ്റെ മനസ്സ് വേദനിച്ചു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല ഉമ്മ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഇല്ല നബിയെ, ഇല്ല നബിയെ. ആരാ? സഹാബിയുടെ ചരിത്രം. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാ. ഉമ്മാനെ തല്ലിയില്ല, ഉമ്മാനെ ചീത്ത വിളിച്ചില്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചില്ല, ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടില്ല. ഉമ്മാടെ മനസ്സൊന്ന് വേദനിപ്പിച്ചു ഒരൊറ്റ വാക്ക്. ആദ്യം രഹസ്യം ഭാര്യയോട് പറയും, പിന്നെ ഉമ്മാനോട് പറയും. നമ്മൾ ഉമ്മാനോട് പറയാറേയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.